വീണ്ടും H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നീ ദിവസം വരെ ഏകദേശം 300ഓളം കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ എന്താണ് H1N1 വൈറസ് എന്നും അത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലോട്ട് പകരുന്നത് എന്നും അതിന്റെ പ്രതിരോധ മാർഗങ്ങളും ചികിത്സാ രീതികളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത്. H1N1 സ്വൈൻ ഫ്ലൂ അഥവാ പന്നിപ്പനി ഇതൊരു തരം ഇൻഫ്ലുവൻസ വൈറസ് ആണ്. 2009 ലോകാരോഗ്യ സംഘടന ഇതിനെ ഒരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം വൈറസാണ് ടൈപ്പ് എ ഇൻഫ്ലുവൻസ വൈറസുകൾ. ചില സന്ദർഭങ്ങളിൽ ഇത് മനുഷ്യരിലേക്ക് കടത്തുകയും മനുഷ്യരിൽ ഇത് പെട്ടെന്ന് തന്നെ പകർന്നു പിടിക്കുന്നതുമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് അങ്ങനെ അവരുടെ ശ്വാസകോശത്തെ വരെ ബാധിക്കുന്നു. എന്നാൽ ഇതിന് കാരണമാകുന്ന വൈറസുകൾ ഓർത്തോമിക്സോ വൈറസ് വിഭാഗത്തിൽപ്പെട്ടവയാണ്. H1N1 പനി അഥവാ സ്വൈൻ ഫ്ലൂവിന്റെ പകർച്ചരീതികളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സാധാരണയായി അസുഖബാധിതരായ പന്നികളിൽ നിന്നും മനുഷ്യരിലേക്കാണ് ഈ അസുഖം പകരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വായുവിലൂടെ ഈ രോഗാവസ്ഥ പകരാവുന്നതാണ്. പ്രധാനമായും 2 മുതൽ 7 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡായി കണക്കാക്കപ്പെടുന്നത്. H1N1 ബാധിച്ചവരിൽ പൊതുവായി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് പനിയോട് കൂടിയ ചുമ, തലകറക്കം, ക്ഷീണം, വരണ്ട കഫമില്ലാത്ത ചുമ, വയറിളക്കം എന്നിവയാണ്. ഇവയെല്ലാം സാധാരണ ഒരു വൈറൽ പനിയോട് കൂടെ വന്നു പോകുന്നവയാണ്. എന്നാൽ അസുഖം മൂർച്ഛിച്ച അവസ്ഥയിൽ ഇത് ന്യൂമോണിയയായി മാറുകയും ഇത് മറ്റു അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. H1N1 ഇൻഫ്ലുവൻസ വൈറസുകളുടെ സങ്കീർണതയെക്കുറിച്ചാണ് നാം അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത് ഗർഭിണികളെ, 5 വയസ്സിൽ താഴെ പ്രായമായ കുട്ടികളെ, മുതിർന്ന പൗരന്മാരെ, പ്രതിരോധശേഷി കുറവുള്ളവരെ, അതുപോലെ തന്നെ HIV, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് എന്നീ അസുഖങ്ങൾ ഉള്ളവരെ, ഇവരെയെല്ലാമാണ് ഈ അസുഖം കൂടുതലായി ബാധിക്കുന്നത്. RT-PCR അതുപോലെ തന്നെ വായിലൂടെയും മൂക്കിലൂടെയുമുള്ള സ്രവശേഖരണം എന്നിവയാണ് H1N1 പനിയുടെ പ്രധാനമായുള്ള രോഗനിർണയ രീതികൾ. അടുത്തതായി H1N1 പനിയുടെ ചികിത്സാ രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചികിത്സാ രീതി പൊതുവെ രോഗലക്ഷണങ്ങൾ അനുസരിച്ചാണ് നാം നൽകുന്നത്. അതിനെ പ്രധാനമായും കാറ്റഗറി A, കാറ്റഗറി B, കാറ്റഗറി C എന്ന രീതിയിൽ നാം തരംതിരിക്കുന്നുണ്ട്. കാറ്റഗറി എയിൽ പെടുന്നത് ചെറിയ പനിയോ തൊണ്ടവേദനയോ ഉള്ളവരെയാണ്. വീട്ടിലുള്ള പരിചരണം, അവരുടെ ആഹാരക്രമത്തിൽ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്തുക, ധാരാളം വെള്ളം കുടിക്കുക എന്നിവ അവർക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 48 മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാറ്റഗറി ബിയെ തന്നെ കാറ്റഗറി B1, കാറ്റഗറി B2 എന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കാം. കാറ്റഗറി B1ൽ പെടുന്നത് കടുത്ത പനിയും തൊണ്ടവേദനയും. പന്നിപ്പനിയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി കൈകൾ നന്നായി കഴുകി വൃത്തിയായി സൂക്ഷിക്കുക. ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി വിട്ടുമാറി നിൽക്കുക. പനി ബാധിച്ചവരിൽ നിന്നും ഒരു കൈ അകലമെങ്കിലും വിട്ടുമാറി നിൽക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ വൈറ്റമിൻ C ഉൾപ്പെടുന്ന ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആസ്മ, ഡയബറ്റിസ് എന്നീ അസുഖങ്ങൾ ഉള്ളവർക്ക് ഇൻഫ്ലുവൻസ വാക്സിൻസ് എത്രയും വേഗം നൽകുവാൻ ശ്രമിക്കേണ്ടതാണ്. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. ഗർഭിണികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അടുത്തതായി പനി ബാധിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ: ധാരാളം വെള്ളം കുടിക്കുക. പരമാവധി വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ടവൽ യൂസ് ചെയ്ത് വാ മൂടേണ്ടതാണ്. പറഞ്ഞവയാണ് H1N1 അഥവാ സ്വൈൻ ഫ്ലൂവിന്റെ രോഗലക്ഷണ രീതികളും ചികിത്സാ രീതികളും. നമുക്ക് ഒന്നായി നിന്ന് ഈ പ്രതിസന്ധിയെ നേരിടാം.